സൺഡേ ശലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. വിവായിൽ പാപ്പ വി ഹാവ് എ ന്യൂ പോപ്പ്. ലിയോ 14 കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി ചാർജ് എടുത്തതിലുള്ള സന്തോഷം എല്ലാവരോടുമൊപ്പം ഞാനും പങ്കുവയ്ക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. യുദ്ധം എന്ന് പറയാവുന്ന ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും സംഘർഷം വളരെ വലിയ തോതിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ അവരുടെ 14 പോസ്റ്റുകൾ ഭീകരന്മാരുടെ താവളങ്ങൾ മാത്രം ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ 14 സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണം. അതിന് മറുപടിയായി അതിനു മുൻപ് തന്നെ പാകിസ്ഥാൻ നമ്മളുടെ ബോർഡറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കാശ്മീർ ബോർഡറിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ ഇന്ത്യയുടെ ടെററിസ്റ്റുകൾക്ക് നേരെയുള്ള 14 കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നേരെയും കാശ്മീർ അല്ലാതെ പാകിസ്ഥാനുമായി ബോർഡർ വരുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, കാശ്മീർ ഈ 4 സംസ്ഥാനങ്ങൾക്കാണ് പാകിസ്ഥാനുമായി ബോർഡർ വരുന്നത്. ആ ബോർഡറുകളിൽ മുഴുവൻ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടുകയും ഇന്ത്യയിലെ 15ഓളം സിറ്റികൾ, പ്രധാനപ്പെട്ട സിറ്റികൾ ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും അയക്കുകയും അതിൽ ചണ്ഡീഗഡ് പോലുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ നഗരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ചണ്ഡീഗഡ് പോലും അതിൽപ്പെടുന്നു. ഡ്രോണുകൾ അയക്കുകയും കൂടാതെ ഇന്ത്യയിലെ നിരവധി മിലിറ്ററി പോസ്റ്റുകൾ അവരെ ലക്ഷ്യം വെക്കുകയും ചെയ്തതോടെ ഇന്ത്യ ഒരു തുറന്ന ആക്രമണത്തിലേക്ക് ഇന്ത്യക്കും കടക്കേണ്ടി വന്നു. ഇന്ത്യ പ്രധാനമായും ശ്രദ്ധിച്ചത് ഡിഫൻസിലാണ്. ഒരു യുദ്ധം എന്ന് പറയുന്നത് കാലം മാറുന്നതിനനുസരിച്ച് യുദ്ധങ്ങളുടെ രീതി മാറും. പുതിയ കാലഘട്ടത്തിലെ യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഡിഫൻസാണ്. ഒഫൻസ് അത് കഴിഞ്ഞേ വരുന്നുള്ളൂ. ഇതിനൊക്കെ മോഡൽ ഇസ്രായേൽ തന്നെയാണ്. അവർ അയൺ ഡോം സിസ്റ്റം മുതലായ സാധനങ്ങളൊക്കെ കൊണ്ട് അവരുടെ ബോർഡർ അവർ സേഫ് ആക്കിയതിന് ശേഷം മാത്രമാണ് അവർ യുദ്ധത്തിന് ഇറങ്ങുന്നത്. നമ്മളും ഇപ്പം ഏകദേശം അതുപോലെയാണ്. അവരിപ്പോൾ നമുക്ക് വലിയ ബോർഡറുണ്ട്, നമ്മൾ വലിയ രാജ്യമാണ്. അവരുടെ മാതിരി ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ ഡിഫൻസീവ് മെക്കാനിസം വളരെ സുപ്പീരിയർ ആണ് എന്നുള്ളതാണ് ഈ 2 ദിവസത്തെ ആക്ഷൻ കൊണ്ട് നമുക്ക് മനസ്സിലായത്. അവരയച്ച മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ നമുക്ക് നിർവീര്യമാക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ലോകത്തിലെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള പവേഴ്സിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അവരുടെ രാജ്യങ്ങളിലേക്ക് കടന്നു വരുന്ന ഇത്തരം ഓബ്ജക്ട്സിനെ മുഴുവൻ വളരെ പ്രിസൈസ് ആയിട്ട് നശിപ്പിച്ച് രാജ്യത്തിന് അകത്ത് അത് ഏൽപ്പിക്കാമായിരുന്ന ആയിരക്കണക്കിന് മരണങ്ങളെയും ഇപ്പോൾ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളെയും ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളത് ആണ് ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് നമ്മൾ കണ്ടതിൽ ഏറ്റവും പ്രമുഖമായ നേട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഡിഫൻസ്, ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ശേഷി അത് വളരെ വലുതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ S-400 എന്ന് പറയുന്ന മിസൈൽ ഡിഫെൻസീവ് മെക്കാനിസം റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ മിസൈൽ ഡിഫെൻസീവ് മെക്കാനിസം ഇറാനിൽ തകർത്ത് കളഞ്ഞ മെക്കാനിസമാണ്. ഇറാനിൽ അവർ ആ ദിവസങ്ങളിൽ, പക്ഷേ ആ മെക്കാനിസം വളരെ ഇഫക്റ്റീവായി നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ മെക്കാനിസം ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, മിലിറ്ററിയുടെ സ്കില്ലും കൂടി വേണം. 2 കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അപ്പം നമുക്ക് മെക്കാനിസം മാത്രമല്ല, വളരെ സ്കിൽഫുൾ ആയിട്ടൊരു മിലിറ്ററിയും കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒഫൻസും നമ്മൾ അങ്ങോട്ട് ചെയ്യുകയുണ്ടായി. കാശ്മീരിൽ ടിറ്റ് ഫോർ ടാറ്റ്, ഇങ്ങോട്ട് അടിക്കുന്നതിന് പകരമായി അങ്ങോട്ട്, എത്ര ഇങ്ങോട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങോട്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ മറ്റ് സ്റ്റേറ്റുകളുടെ നേരെ വരുന്ന ഓപ്പോസിറ്റ് പഞ്ചാബ് പ്രവിശ്യ, പ്രത്യേകിച്ചും അവരുടെ പഞ്ചാബ് പ്രോവിൻസ്, അവരുടെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബാണ്. പഞ്ചാബ് പ്രോവിൻസ് ആണ് പാകിസ്ഥാൻ്റെ എല്ലാം. അത് കഴിഞ്ഞാൽ സിന്ധ്, ബാക്കിയുള്ളതൊന്നും അവർക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളല്ല. ഈ പഞ്ചാബ് പ്രോവിൻസിലെ പല സ്ഥലങ്ങളിലും ഇന്ത്യ ആക്രമിക്കുന്നുണ്ട്. ലാഹോറിലാണ് ഏറ്റവും കഠിനമായ ആക്രമണം ഇന്ത്യ നടത്തിയത്. അവരുടെ എയർ ഡിഫൻസ് മെക്കാനിസം ലാഹോറിലുള്ളത് പൂർണ്ണമായും തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന കാര്യം. കൂടാതെ റാവൽപിണ്ടി എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സാണ്. കൂടാതെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള സ്ഥലമാണ്. റാവൽപിണ്ടിയിലും അവരുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇനി അങ്ങേയറ്റത്തുള്ള സിന്ധിൻ്റെ താഴ്ഭാഗത്ത് അറബിക്കടലിനോട് ചേർന്നുള്ള കറാച്ചിയിലും വലിയ സ്ഫോടനങ്ങൾ കേട്ടതായും ഡ്രോണുകൾ കാണപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിൽ നിന്ന് അയച്ച ഡ്രോണുകളുമാണ്. സ്ഫോടനം ഇന്ത്യ ഓർഗനൈസ് ചെയ്തതാണ് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഡീപ്പ് ഇൻറ്റീരിയർ വരെയുള്ള പാകിസ്ഥാനിൽ 2 സ്റ്റേറ്റുകളാണ് ഫ്ലറിഷിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുള്ളത്. അത് സിന്ധും പഞ്ചാബുമാണ്. പഞ്ചാബാണ് ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അപ്പോൾ ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. സിന്ധിലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള അവരുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ ബോർഡറിലുള്ള ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇങ്ങോട്ട് എത്തുമെന്നോ അങ്ങോട്ട്. ഇത് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് മുഴുവൻ മിലിറ്ററി ടാർഗറ്റ്സിനെ മാത്രമാണ്. ആദ്യം നമ്മൾ ലക്ഷ്യം വെച്ചത് ഭീകരരുടെ താവളങ്ങളെയാണ്. ഭീകരരുടെ താവളങ്ങളെ നമ്മൾ ലക്ഷ്യം വെച്ചപ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് അടിച്ചതിൻ്റെ പേരിൽ നമ്മൾ മിലിറ്ററി ലക്ഷ്യങ്ങളെ വെച്ച്, മിലിറ്ററി താവളങ്ങൾ. അപ്പോൾ നമ്മളവിടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളത് അവരുടെ ഡിഫെൻസീവ് മെക്കാനിസങ്ങളെയാണ്.
അപ്പോൾ അവരുടെ പിന്നെ മിസൈലിംഗ് സംവിധാനത്തെ അല്ലെങ്കിൽ എയർ ഡിഫൻസിനെ നമ്മൾ ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുമ്പം അവരുടെ ഡിഫൻസീവ് മെക്കാനിസമാണ് നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ ആകാശം നമ്മൾ തുറന്നിടുകയാണ്. അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അവരുടെ ഡിഫൻസീവ് മെക്കാനിസങ്ങൾ തന്നെയാണ്. അതായത് ഒരു ഫർദർ ആക്രമണം വേണ്ടി വന്നാൽ, വലിയ തോതിലൊരു യുദ്ധം വരികയാണെങ്കിൽ പാകിസ്ഥാൻ തുറന്നു കിടക്കണം, അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കരുത്. അവരുടെ ഡിഫൻസ് അല്ലെങ്കിൽ വളരെ വീക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ അവരുടെ 14 സ്ഥലങ്ങളിൽ ആക്രമിച്ചപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് പോലും ഈ മിസൈലുകളെയോ ഡിറ്റക്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ മിസൈലുകൾ ഡ്രോണുകളാണ് പ്രധാനമായും ഉപയോഗിച്ചതെന്ന് പറയുന്നത്, വളരെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ, റഡാറിൽ പെടാത്ത വിധം താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ. അപ്പോൾ ഈ ഡ്രോണുകൾ പിന്നെ ഇത്രയും ദൂരം കടന്നു പോയിട്ട് അതിനെ കണ്ടുപിടിക്കാനോ അതിനെ നശിപ്പിക്കാനോ അവരെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഡിഫെൻസീവ് മെക്കാനിസം വളരെ മോശമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ രാവിലെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ തോക്കുകൾ കൊണ്ട് നേരിടുന്നു ആണ്. തോക്ക് കൊണ്ടൊക്കെ യുദ്ധം ചെയ്യുന്ന കാലം കടന്നുപോയി. ഇപ്പം തോക്ക് കൊണ്ടൊന്നും ആരും യുദ്ധം ചെയ്യാറില്ല. ഇപ്പം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ യുദ്ധം. തോക്ക് വെച്ച് വെടിവെച്ച് കളിക്കുന്ന കാലമൊക്കെ കടന്നുപോയി. ഇപ്പം അവർ ഈ തോക്ക് വെച്ച് കളിക്കാൻ വേണ്ടി കാശ്മീരിൻ്റെ മൂലയ്ക്ക് വന്നുകൊണ്ട് പിന്നെ തോക്ക് വെച്ചുള്ള യുദ്ധമാണ്. അത് സിവിലിയൻസിനെ കൊല്ലുന്നു. അവർ ടാർഗറ്റ് ചെയ്യുന്ന മുഴുവൻ സിവിലിയൻസിനെയാണ്. നമ്മുടെ 16 സിവിലിയൻസ് ഇതുവരെ മരിച്ചു. കൂടാതെ ഒരു പട്ടാളക്കാരനും മരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്നലെ ഇന്ത്യ അവരുടെ ഒരു F-16 വിമാനം വീഴ്ത്തിയെന്നും 2 CF-17 വിമാനങ്ങൾ വീഴ്ത്തിയെന്നും ഒരു അവാക്സ് വിമാനം വീഴ്ത്തിയെന്നും ഒക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതൊന്നും മിലിറ്ററി സ്ഥിരീകരിച്ചിട്ടില്ല. സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ ഫ്രീഡം ഓഫ് പ്രസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രസ്സിന് എവിടെ വേണം പോവാം, എവിടെ നിന്നാണ് ന്യൂസ് കളക്ട് ചെയ്യാം. ഇതുവരെ ഇവിടെ യുദ്ധത്തിൻ്റെ പേരിൽ എമർജൻസി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ വാർത്തകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ തന്നെ ഒരു വാർത്താ ഏജൻസി, വിദേശ വാർത്താ ഏജൻസികളൊന്നും പ്രവർത്തിക്കുന്നില്ല. പാകിസ്ഥാനിൽ സെക്യൂരിറ്റിയുടെ വലിയ പ്രശ്നമുണ്ട്. അവിടെ ആകെ അൽ ജസീറ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ബാക്കി ഒരു വിദേശ വാർത്താ ഏജൻസികളും പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ന്യൂസുകളൊന്നും പുറത്തേക്ക് വരില്ല. അവിടെ ഇന്റർനെറ്റിൽ വരുന്ന ന്യൂസുകൾ 90% ഫേക്ക് ന്യൂസുകളാണ്. ഇപ്പോൾ ഇന്നലെ നമ്മളുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫേക്ക് ന്യൂസുകളാണ് അവിടെ ധാരാളമായി വന്നത്. അതിവിടെയൊക്കെ ഓരോ മലയാളി വരെ എടുത്തിട്ട് അവൻ്റെ ചാനൽ സർക്കാർ പൂട്ടിക്കെട്ടി തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ മാത്രവും റിട്ടറിക്. അവിടുത്തെ നേതാക്കന്മാരെല്ലാം ഘോര ഒച്ച ഉണ്ടാക്കുകയാണ്. നമ്മളുടെ ആരൊക്കെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്? ഇവിടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അവർ തന്നെ വളരെ മയമായിട്ടാണ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് പാകിസ്ഥാനിൽ നിന്ന് വളരെ പ്രകോപനപരമായ പ്രസ്താവനയാണ്. ഞങ്ങൾ ഇപ്പോൾ അണ്വായുധം പ്രയോഗിക്കും, അണ്വായുധം എടുത്ത് തലക്കിട്ടളയും. പാകിസ്ഥാന് അണ്വായുധമുണ്ടെന്ന് അറിയാതെ അല്ലല്ലോ നമ്മൾ യുദ്ധത്തിന് പോയത്. നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാനിൽ അണ്വായുധമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് അവർ പ്രയോഗിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വീഴാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. കാരണം നമ്മളിപ്പോൾ ഇവിടെ പ്രതികാരം ചെയ്യുന്നത് കഴിഞ്ഞ മാസം 22-ാം തീയതി സംഭവിച്ച കാര്യത്തിന് ഈ മാസം 7-ാം തീയതിയെ നമ്മൾ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. എന്താ അന്ന് തന്നെ കൊണ്ട് ചെയ്യാൻ പാടില്ലായിരുന്നു? നമ്മൾ മിലിറ്ററി പ്രിപ്പയർനെസ് നടത്തുകയായിരുന്നു. നമ്മളുടെ സൈന്യത്തെ സമ്പൂർണ്ണമായിട്ട് സജ്ജമാക്കി പാകിസ്ഥാനെ ചുറ്റും കൊണ്ട സൈന്യത്തെ അണിനിരത്തി ഒരാവശ്യം വന്നാൽ ഏത് തരത്തിലും തിരിച്ചടിക്കാനുള്ള നിലയിൽ ഉള്ള റെഡിനെസ് എത്തിയതിന് ശേഷം മാത്രമാണ് തിരിച്ചടി ആരംഭിച്ചത്. പാകിസ്ഥാൻ ഏത് തരത്തിൽ നമ്മളോട് ഇങ്ങോട്ട് തിരിച്ചടിക്കാൻ നമുക്കറിയാൻ പാടില്ല. ന്യൂക്ലിയർ വെപ്പൺ അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നമ്മളുടെ നേരെ വന്നേക്കാം. ആ കണക്കുകൂട്ടലുകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെപ്പോഴും അവരുടെ ഒരു പടി പുറകിലാണ് നിൽക്കുന്നത്. ഇങ്ങോട്ടൊന്ന് തന്നാൽ മാത്രമേ നമ്മൾ തിരിച്ചടിക്കുള്ളൂ. നമ്മളെ ജയ ജയ ജയഹോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, ഒരു ഭർത്താവും ഭാര്യയും നമ്മൾ തല്ലുപിടുന്നൊരു സിനിമ. ഏകദേശം അതുപോലെ ഭർത്താവ് ഭാര്യ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ആദ്യം തല്ല് എന്ന് പറയുന്നത് പോലെ അവസാനം തല്ലു കൊടുത്ത് ഭർത്താവ് ചവിട്ട് കൊണ്ട് ചത്തതുപോലെ ഏകദേശം പാകിസ്ഥാൻ്റെ അവസ്ഥ അതുപോലെ. അപ്പോൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മാത്രം പകരം ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ ഇത് ചെയ്തോളൂ. ഇതിൻ്റെ റീസൺ ഇവർ ഏതെങ്കിലും തരത്തിൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചാലും ആദ്യം അവർ ഉപയോഗിക്കണം, അത് ലോകത്തിനെ ബോധ്യപ്പെടുത്തണം. ന്യൂക്ലിയർ വെപ്പൺ ഒരെണ്ണം കൊണ്ടിട്ടുകൊണ്ട് നമ്മൾ മൊത്തം കരിഞ്ഞു പോകുന്നില്ല. അവരുടെ ന്യൂക്ലിയർ വെപ്പൺ അവിടുന്ന് പൊങ്ങുമ്പോഴേ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കേണ്ടതാണ്. കാരണം അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് എവിടെ അണ്ടർഗ്രൗണ്ട് സ്ഥലങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. മിസൈലുകൾ അവിടുന്ന് പൊങ്ങുമ്പോൾ തന്നെ അവിടെ ഇട്ട് നശിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവണം. കാരണം എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെല്ലാം 100% ആക്റ്റീവാണ്. നമ്മളിതിനകത്ത് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന അമേരിക്കയുടെ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഇതൊന്നും പുറത്ത് ഒരു മിലിറ്ററിയുടെ സീക്രട്സ് പറയില്ല. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് എയറിലൂടെ വരുന്ന സാധനങ്ങളെ സ്പോട്ട് ചെയ്യാനും അത് നശിപ്പിക്കാനും സാധിക്കില്ല. അപ്പം അവാക് സിസ്റ്റങ്ങളെക്കാളേറെ നമ്മൾ അവാക് സിസ്റ്റങ്ങൾ അധികം ഉപയോഗിക്കുന്നില്ല. ഇന്ത്യയിൽ അവാക് സിസ്റ്റങ്ങളുണ്ട്. പക്ഷേ അവാക് സിസ്റ്റങ്ങളെക്കാളേറെ നമ്മൾ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റുകളെയും ഡ്രോണുകളെയും ഈ പിന്നെ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന്, റഡാർ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ ഇതൊക്കെ സ്പോട്ട് ചെയ്ത് നശിപ്പിക്കാനുള്ള
സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം മാത്രമാണ് ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ ഒരിക്കലും ഹൈ ഹാൻഡഡ്നെസ്, അങ്ങോട്ട് കയറി ആക്രമിച്ച് നശിപ്പിച്ചു എന്നൊരു പേര് ദോഷം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നേയില്ല എന്നുള്ളത് നിയന്ത്രിതമായ ഈ യുദ്ധത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അവർ വെറുതെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്ത് വഴിയെ പോകുന്ന മനുഷ്യരെ കൊല്ലുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊന്നും അവർ ചെയ്തത്. അതിനിടയിലൂടെ നമ്മൾ ഭീകരന്മാരെ കൊന്ന കൂട്ടത്തിൽ നമ്മൾ വിചാരിക്കാത്ത വലിയ വലിയ മീനുകളൊക്കെ കിട്ടി എന്ന് പറയപ്പെടുന്നുണ്ട്. ലഷ്കർ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള അബ്ദുൾ അസർ റൌഫ് എന്ന് പറയുന്ന ആളെ കൊല്ലാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ പഞ്ചാബിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് അവർ ഒരു തരത്തിലും വിചാരിച്ചിരുന്നില്ല. നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇവരുടെ ഭീകര കേന്ദ്രങ്ങൾ ഭൂരിഭാഗവും ഉള്ളത് കാശ്മീരിലാണ്, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലാണ്. അപ്പോൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലുള്ള ഭീകര കേന്ദ്രങ്ങളെ മുഴുവൻ ഭീകരന്മാരെയും അവർ അവിടുന്ന് ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കെട്ടിടങ്ങൾ തകർത്തെടുത്ത് കാര്യമായ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് പഞ്ചാബിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ, പഞ്ചാബിലെ ഭീകരന്മാരെ ട്രെയിനിങ് ക്യാമ്പുകൾ ആക്രമിച്ചെടുത്താണ് മരണം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യം പാകിസ്ഥാൻ ആർമി 8 പേരെ മരിച്ചുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അൽ ജസീറ പോലത്തെ മാധ്യമങ്ങൾ ഒരു 36 പേർ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പം ഇന്ത്യൻ ഇൻ്റലിജൻസ് പ്രകാരം 100-ലധികം ഭീകരന്മാർ ഈ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഒരു പ്രൈസ് കാച്ചാണ് നമ്മൾ തിരിച്ച് ചെയ്തതുകൊണ്ട് ഗുണമുണ്ടായി. ആ കൂട്ടത്തിൽ ഈ പറയുന്ന അബ്ദുൾ അസർ റൌഫ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതഭീകരൻ, തീവ്രവാദികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു മാന്യദേഹമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ തലയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കൂടാതെ ഈ അന്ന് നമ്മളുടെ കണ്ടഹാർ വിമാന റാഞ്ചൽ കേസിൽപ്പെടുന്ന മസൂദ് അസ്ഹർ എന്ന് പറയുന്ന ആളുടെ കുടുംബവും അതിൽ കുറേ 10ഓളം ആളുകൾ ഇതിനകത്ത് ഇല്ലായ്മ ചെയ്യപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട്. സോ നമ്മളുടെ ആക്രമണം ഒരു തരത്തിലും മോശമായിട്ടില്ല എന്ന് വിചാരിക്കണം. കൂടാതെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ കേൾക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ വലിയൊരു പ്രോവിൻസ് ഉണ്ട്. പാകിസ്ഥാൻ്റെ ഏകദേശം 45% വരുന്ന പ്രോവിൻസാണ്. പക്ഷേ ജനസംഖ്യ വളരെ കുറവാണ്. ഒരു മരുപ്രദേശമല്ല, പക്ഷേ മുഴുവൻ കുന്നും മലയും ഒക്കെ നടക്കുന്ന അത്രയൊന്നും ഫെർട്ടൈൽ അല്ലാത്ത റീജിയനാണ്. പക്ഷേ ആ റീജിയന് ഭയങ്കരമായിട്ട് മിനറൽ റിച്ച് ആണ്. അവിടെ ധാരാളം മിനറൽസ് ഉണ്ട്, ലോകത്തിന് ആവശ്യമുള്ള ഒരുപാട് മിനറൽസ് ഉണ്ട്. അപ്പോൾ അവിടെ വലിയ ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബലൂചിസ്ഥാൻ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ബലൂചിസ്ഥാൻ ആർമി എന്ന് പറയുന്ന ആ വിമത പ്രസ്ഥാനം ബലൂചിസ്ഥാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ക്വറ്റ പിടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. വിച്ച് മീൻസ് ദാറ്റ് പാകിസ്ഥാൻ്റെ ഒരു പ്രോവിൻസ് പോയി എന്ന് വേണം വിചാരിക്കാൻ. അവരുടെ അതിൻ്റെ മുകളിൽ കിടക്കുന്ന നമ്മുടെ പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ് എന്ന് പറയുന്ന താലിബാൻ്റെ കയ്യിലുള്ള പാക് താലിബാൻ ആക്റ്റീവായിട്ടുള്ള സ്ഥലത്തും വലിയ വിപ്ലവങ്ങൾ നടക്കുന്നതായി കേൾക്കുന്നു. അതായത് ഈ ഭാഗത്ത് പാകിസ്ഥാൻ ആർമി കോൺസെൻട്രേറ്റ് ചെയ്തപ്പം അവിടുന്ന് പാകിസ്ഥാൻ ആർമി വീക്കായതോടെ പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള കലാപം വളരെ വലുതായി എന്നാണ് മനസ്സിലാവുന്നത്. അതിനിടയിലൂടെ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് മുനീറിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഗവൺമെൻറ് അതിനുള്ള കരുത്തുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പാകിസ്ഥാൻ ഗവൺമെൻറ് സാധാരണഗതിയിൽ അതില്ല. ഒരുപക്ഷെ പട്ടാളം അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതും പട്ടാളവും സിവിൽ അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ മത്സരം അവിടെ നടക്കുന്നുണ്ടാവാം. അങ്ങനെ ഇയാളെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിലൂടെ ഇദ്ദേഹം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് രക്ഷപ്പെട്ടതായി വാർത്തകൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ ആർമിയുടെ ചീഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് രക്ഷപ്പെട്ടു എന്നും പുതിയ പാകിസ്ഥാൻ ആർമി ചീഫിനെ അവർ നിയമിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയായ വാർത്തകളാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ നിന്ന് വാർത്തകൾ വരുന്നതിന് പരിമിതിയുണ്ട്. കാരണം അവിടെ ആരും തന്നെ വാർത്തകൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പാകിസ്ഥാനിലെ പത്രപ്രവർത്തനം സേഫ് അല്ല, ഏത് നിമിഷവും വെടിവെച്ച് താഴെ വീഴും. നേരെ മറിച്ച് നമ്മളുടെ നാട്ടിൽ പത്രപ്രവർത്തനം 100% സ്വതന്ത്രമാണ്. അതുകൊണ്ട് ഒരു പാകിസ്ഥാനിൽ ഭയങ്കര റിട്ടറിക്കാണ്. നമ്മൾ ഇന്ത്യ മുഴുവൻ തകർത്ത് കളഞ്ഞു എന്നാണ് അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ. ആ വാർത്തകൾ ചോർത്തി ഇവിടെ ചില വിദ്യാന്മാർ അത് ആളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാൽ ആ നിമിഷം നമുക്കറിയാൻ പറ്റും. കാരണം ഇവിടെ ഫ്രീഡം ഓഫ് പ്രസ് ഉണ്ട്, എല്ലാ സ്ഥലത്തും പത്രക്കാരുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കൃത്യതയോടെ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ വിമാനങ്ങൾ നശിപ്പിച്ചു, പൈലറ്റിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ വരുന്ന വാർത്തകളുണ്ട്. അതായത് F-16 നശിപ്പിച്ചു, JF-17 രണ്ടെണ്ണം നശിപ്പിച്ചു, അവാക്സ് ഒരെണ്ണം നശിപ്പിച്ചു, പൈലറ്റിനെ പിടിച്ചു. ഇത്തരം വാർത്തകൾ പറയുമ്പോഴും മിലിറ്ററി കൺഫർമേഷൻ ഇല്ലാതെ ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമവും ഇത്തരം വാർത്തകൾ കൺഫേംഡ് ആയിട്ട് പുറത്തുവിടില്ല. ഇങ്ങനെ സൂചനകളുണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത് ഇന്ത്യൻ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് കാണിക്കുന്നത്. നേരെ മറിച്ച് ഇൻ്റർനെറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന, ഈ യൂട്യൂബിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മളുടെ ആളുകൾ അത്തരം വാർത്തകൾ ദയവായിട്ട് വിശ്വസിക്കരുത്. യുദ്ധവുമായിട്ട് വരുന്ന വാർത്തകൾ നിങ്ങൾ ടെലിവിഷൻ ന്യൂസുകൾ നോക്കുക, കൂടാതെ ഉത്തരവാദിത്തമുള്ള യൂട്യൂബ് ചാനലുകൾ കാണുക, കൂടാതെ ന്യൂസ് പേപ്പറുകൾ വായിക്കുക. ബാക്കി വരുന്നത് മുഴുവൻ അഭ്യൂഹമാണ്. കാരണം പാകിസ്ഥാൻ നമ്മളിത് ചൈനയ്ക്ക് വേണ്ടി നടത്തിയ പ്രിപ്പറേഷനാണ്. ചൈനയിൽ ഗോലാൻ റിവർ വാലിയിൽ 2020 ഉണ്ടായ പ്രശ്നം. ആ പ്രശ്നം ഉണ്ടായത് ചൈനയുമായി നമുക്കൊരു യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന ഒരു സംശയത്തിൽ നമ്മൾ വലിയ വാർ പ്രിപ്പയർഡ്നെസ് നടത്തിയിരുന്നു. ആ വാർ പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഒരു പരീക്ഷണമാണ് ശരിക്കും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് എത്രത്തോളം വിജയകരമാണ്, നമ്മൾ ചൈനയ്ക്ക് വേണ്ടി ഒരുക്കിയ യുദ്ധമാണ് ഇപ്പം നമ്മൾ പാകിസ്ഥാനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അത്രയും വലിയൊരു രാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുക്കിയ ഒരു യുദ്ധത്തെ നേരിടാനുള്ള യാതൊരു കപ്പാസിറ്റിയും പാകിസ്ഥാൻ, ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്, ഒരു വലിയ സ്റ്റേറ്റിൻ്റെ റേഞ്ചേ ഉള്ളൂ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന സാധനത്തിന്. അവർ നമ്മളെ ഒന്നും ചെയ്യാൻ പോണില്ല. കുറേ നാശങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നല്ലാതെ നമ്മളെ തോൽപ്പിക്കാനോ ഒരു യുദ്ധം ചെയ്യുന്നതിനും ചെയ്യാനോ പറ്റില്ല. ഈ യുദ്ധത്തിനിടയിലൂടെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരുപക്ഷെ 2, 3, 4 കഷ്ടങ്ങളായിട്ട് മുറിഞ്ഞു പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം വലിയ തോതിൽ പാകിസ്ഥാനിൽ ഇന്റേണൽ സ്ട്രഗിൾ രൂപപ്പെടുന്നു. കാരണം അതിനകത്ത് ഒത്തിരി എലമെന്റ്സ് ഉണ്ട്, അത്ര ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് ഒക്കെ ആക്റ്റീവ് ആവുന്നുവെന്നും രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാവുന്നുവെന്നും ഒക്കെ വാർത്തകൾ അവിടുന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സാധാരണഗതിയിൽ ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മാത്രമല്ല ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ബഹുഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് പോവില്ല എന്ന് തന്നെയാണ്. അതിന് മാത്രമുള്ള ശേഷിയൊന്നും പാകിസ്ഥാൻ്റെ ഇല്ല. ഇന്നും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ തോക്കുകൊണ്ട് മറുപടി കൊടുക്കുന്ന, തോക്കുകൊണ്ട് ചെയ്യാവുന്ന യുദ്ധത്തിൻ്റെ കാലമൊക്കെ എന്നോ കടന്നുപോയി. അത് അവർക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ഈ യുദ്ധം വല്ലാതെ വളരാനുള്ള സാധ്യത വളരെ കുറവാണ്. 2-3 ദിവസം കൂടി ഈ രീതിയിൽ ഇത് തുടർന്നതിന് ശേഷം ഇത് സബ്സൈഡ് ചെയ്യാനാണ് സാധ്യത. തൽക്കാലം ഇതിനകത്ത് ആക്റ്റീവായിട്ട് ഇന്റർമീഡിയറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ബട്ട് സൗദി അറേബ്യയോ അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സോ പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള മീഡിയേറ്റേഴ്സിന് ഇതിനകത്ത് ഇടപെടാനും ഈ പ്രശ്നത്തെ ഒരുപക്ഷെ സന്ധിയിലേക്ക് എത്തിക്കാനും സാധിക്കുകയും ചെയ്യും, പുറമേ നിന്ന് വരികയാണെങ്കിൽ. ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ മീഡിയേഷൻ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ യുദ്ധത്തിനിടയിൽ ഇടപെടുന്നില്ല എന്നൊരു വാക്കും അതിനിടയിലൂടെ അവരുടെ പ്രതിരോധ സെക്രട്ടറി പറയുകയുണ്ടായിട്ടുണ്ട്. അവരുടെ നിലപാട് അത്രത്തോളം ക്ലിയർ അല്ല. അവരിടപെടുകയാണെങ്കിൽ തന്നെ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും വഴി ഇടപെടാനാണ് സാധ്യതയുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എപ്പോഴും ഈ യുദ്ധം നടത്താൻ തയ്യാറാണ്. നമ്മളുടെ രാജ്യത്ത് കയറി നമ്മളുടെ സ്ത്രീകളുടെ നെറ്റിയിലെ കുങ്കുമം മായ്ക്കാൻ ശ്രമിച്ചതിന് കുങ്കുമത്തിൻ്റെ വില എന്താണ് എന്ന് മതഭീകരന്മാർക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത യുദ്ധമാണിത്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ആവശ്യം കഴിഞ്ഞു. ഇനി അവർക്ക് എന്തെങ്കിലും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അവർ വരട്ടെ, അവർ ചോദിച്ചാൽ നമ്മൾ തിരിച്ച് നമ്മൾ ആവശ്യത്തിന് കൊടുക്കാം. വേണമെങ്കിൽ ചോദിക്കണം, ചോദിച്ചാൽ കൃത്യമായിട്ട് കൊടുക്കും.